നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? കുറേ നാളായില്ലേ നമ്മളിങ്ങനെ നേരിട്ട് കണ്ടിട്ട്. ബാക്കി ഞാനിങ്ങനെ ക്ലാസ് എടുത്തിങ്ങനെ പോവായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളെ ഒന്ന് നേരിട്ട് കാണാൻ എന്ന് കരുതി. നമ്മുടെ പരീക്ഷയെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ്. 10th മെയിൻസ്, അതുപോലെ ഡിഗ്രി പ്രിലിംസ്, ബാക്കി എല്ലാ പരീക്ഷകളും ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇനി വരാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഒരുപാട് ചോദ്യം വരുന്നത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനെ പറ്റിയാണ്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് പഠിക്കാൻ പറ്റിയ ബുക്സ് ഉണ്ടോ, നല്ല ഗൈഡ് ഏതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായിട്ട് എനിക്കിങ്ങനെ ചോദ്യം ഇങ്ങനെ വരുക. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചോദിക്കുമല്ലേ, അപ്പോൾ ഞാനിങ്ങനെ എന്തായാലും കുറേ തപ്പി എനിക്കിങ്ങനെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഗൈഡ് ഉണ്ടോ എന്നിങ്ങനെ തപ്പിയപ്പോഴാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്ന് തോന്നിയ ഒരു ഗൈഡ് ഞാൻ എന്തായാലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക. ഇതില്ലേ, കരിയർ ഗൈഡൻസ് ബ്യൂറോ, ആറ്റിങ്ങൽ ആസ്ഥാനമായിട്ടുള്ള, തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ ആസ്ഥാനമായിട്ടുള്ള സ്ഥാപനമാണ് കരിയർ ഗൈഡൻസ് ബ്യൂറോ. അവര് പുറത്തിറക്കിയ ഒരു ഗൈഡാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രിലിംസ് ആൻഡ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് 2 വോളിയമായിട്ട് തയ്യാറാക്കിയ ഒരു ഗൈഡ് എൻ്റെ കയ്യിൽ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ സിലബസ്, ഇതിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നതേ, ഈ ബുക്കിന്റെ ബാക്കിൽ തന്നെ നമ്മുടെ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയുള്ള ഏകീകൃത സിലബസ് കൊടുത്തിട്ടുണ്ട്. ഏകീകൃത സിലബസ് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിലിംസിനും പഠിക്കാനുണ്ട്, മെയിൻസിനും പഠിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ അവർ ഓരോ ടോപ്പിക് എടുത്തിട്ട് അത് പ്രിലിംസിനുണ്ടോ, അല്ലെങ്കിൽ പ്രിലിംസിനുള്ളത് പ്രിലിംസ് എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്, പ്രിലിംസിനും മെയിൻസിനും കൂടെ ഉണ്ടെങ്കിൽ പ്രിലിംസ് ആൻഡ് മെയിൻസ് എന്ന് പറഞ്ഞ് ബ്രാക്കറ്റിൽ ഈ ബുക്കിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ സിലബസ് നോക്കുമ്പോഴത്തേക്കും, ഇവര് ഈ ബുക്കിന്റെ ബാക്കി കൊടുത്തേക്കുന്ന സിലബസ് നോക്കുമ്പോഴത്തേക്കും ഈ ടോപ്പിക് പ്രിലിംസിന് മാത്രമാണോ അല്ലെങ്കിൽ മെയിൻസിനും കൂടി ഉണ്ടോ എന്നൊരു ധാരണ കിട്ടും. ഇനി നമുക്ക് ബുക്കിലേക്ക് വരാം. ബുക്ക് 2 വോളിയമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ബുക്കിന്റെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ സിലബസ് വെച്ച് ഫുള്ള് നോക്കിയായിരുന്നു, എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ കാര്യവും കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ PSCയുടെ പുതിയ രീതി അനുസരിച്ച് പാഠപുസ്തകം മാത്രം, അതായത് SCRT പാഠപുസ്തകം മാത്രം അങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഒരുപാട് റെയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കാറില്ലേ, ഇത് എവിടുന്നാ ഇതിന്റെ സോഴ്സ്, അങ്ങനെ ചോദിക്കാറില്ലേ? അത് PSC പല പ്രമുഖരായ ഓതേഴ്സിന്റെ ബുക്കിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ പ്രമുഖരായ ഓതേഴ്സിന്റെ നമുക്ക് വേണ്ട ടോപ്പിക്സും കൂടി ഈ പുസ്തകത്തിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് കണ്ടന്റ്സ് ഒന്ന് കാണണമല്ലോ. നമുക്ക് എന്തായാലും കണ്ടന്റ്സ് ഒന്ന് നോക്കിയിട്ട് വരാം. ഈ ബുക്കില്ലേ 2 വോളിയമായിട്ടാണ് ഇറക്കിയേക്കുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനുള്ള ബുക്ക് എന്ന് പറയുമെങ്കിലും നമുക്കറിയാലോ, എല്ലാത്തിനും ഇപ്പോൾ സിലബസ് കോമൺ ആണ്. എല്ലാ ഡിഗ്രി പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്കും, അതുപോലെ 10th മെയിൻസ്, +2 മെയിൻസ്, എല്ലാ പ്രിലിമിനറി മെയിൻ പരീക്ഷകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബുക്കാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളെ, അതുപോലെ ഞാൻ പറഞ്ഞ ശ്രദ്ധേയമായ പഠന ഗ്രന്ഥങ്ങളിലെ ഒക്കെ പരമാവധി വസ്തുതകളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ബുക്കാണ്. ആദ്യത്തെ വോളിയത്തില് പറഞ്ഞേക്കുന്ന ചരിത്രം, ഭൂമിശാസ്ത്രം, സമ്പദ് വ്യവസ്ഥ, പൊതുവിവരങ്ങൾ, ഇന്ത്യൻ ഭരണഘടന, പൗരധർമ്മം. രണ്ടാമത്തെ വോളിയത്തിലാണ് വിവര സാങ്കേതിക വിദ്യ, സൈബർ നിയമങ്ങൾ, കലാ സംസ്കാരം, കായികം, പ്രാദേശിക ഭാഷ, സാഹിത്യം, അടിസ്ഥാന ശാസ്ത്രം, ശാസ്ത്ര സാങ്കേതികം, പരിസ്ഥിതി ശാസ്ത്രം, പിന്നെ മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ് ഗ്രാമർ. ഇത്രയും രണ്ടാമത്തെ വോളിയത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിലിമിനറിക്കും മെയിനും വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റൊരു റാങ്ക് ഫയൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ പ്രിലിമിനറിക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു പരീക്ഷയാകുമ്പോഴത്തേക്കും പ്രിലിമിനറിക്കും മെയിനും കൂടി ഒരുമിച്ച് തയ്യാറെടുക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും മാർക്ക് സ്കോർ ചെയ്യാനും. കാരണം നിങ്ങൾ അഡ്വാൻസ് സ്റ്റഡീസ് അല്ലേ നടത്തുന്നത്, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ. അതിന് ഈ ഒരു പഠന ഗ്രന്ഥം എന്തായാലും നിങ്ങളെ സഹായിക്കും. ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്, ഓരോ ഭാഗം കഴിയുമ്പോഴും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചരിത്രം, കേരള ചരിത്രം എടുക്കുക. കേരള ചരിത്രം ഫുള്ള് പഠിച്ചു കഴിഞ്ഞിട്ട് അതിലുള്ള പ്രസ്താവന രീതിയിലുള്ള പരിശീലന ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് പരിശീലിക്കാം എന്ന് പറഞ്ഞിട്ട് പരിശീലന ചോദ്യങ്ങൾ PSCയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച് ന്യൂ പാറ്റേൺ രീതിയിൽ തന്നെ പ്രസ്താവന രീതിയിലാണ് ചോദ്യം കൊടുത്തേക്കുന്നത്. അത് എല്ലാ ടോപ്പിക്കിന്റെയും, ഇപ്പൊ ആധുനിക ഇന്ത്യ ചരിത്രം, ഇപ്പൊ ഇന്ത്യ ചരിത്രം കഴിഞ്ഞിട്ട് ഫുള്ള് പഠിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പരിശീലിക്കാം എന്ന് പറയുന്ന സെഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് പഠിക്കുന്നതോടൊപ്പം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും നല്ലൊരു പുസ്തകമാണ്. അതിങ്ങനെ അധികം നമ്മളങ്ങനെ കാണാറില്ലാത്തതാ പുസ്തകങ്ങളിലൊക്കെ. അതൊക്കെ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ ഏറ്റവും നല്ലൊരു പുസ്തകം എന്ന് തന്നെ പറയാം. എല്ലാത്തിന്റെയും സമ്പൂർണ്ണ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇൻഡെക്സ് ആണ് ഇത്. ഇനി നമുക്ക് ഇതിന്റെ കണ്ടന്റിലേക്ക് വരാം. ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആവുന്ന രീതിയിലാണ് ഓരോ ടോപ്പിക്കും ക്രമീകരിച്ചേക്കുന്നത്. ഇപ്പൊ കേരള ചരിത്രം തന്നെ എടുക്കട്ടെ, യൂറോപ്യന്മാരുടെ ആഗമനം, പോർച്ചുഗീസ്, വാസ്കോഡഗാമ, അങ്ങനെ പോകുന്ന ചരിത്രം.
അടുത്തത് ആധുനിക തിരുവിതാംകൂറിന്റെ ചരിത്രം. എല്ലാത്തിലും അവർ പരമാവധി ചിത്രവും അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ബോക്സുകളിലും ബോൾഡായിട്ടും എല്ലാം കൊടുത്ത് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പാഠപുസ്തകങ്ങളിലെ വിവരങ്ങളും മറ്റ് ചരിത്ര ഗ്രന്ഥകാരന്മാരുടെ പുസ്തകവും എല്ലാം ഉൾപ്പെടുത്തി PSC എവിടെ നിന്നൊക്കെ ചോദ്യം ചോദിക്കാമോ അതെല്ലാം ഉൾപ്പെടുത്തി നല്ല രീതിയിൽ തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഇതാ ഞാൻ പറഞ്ഞ നമുക്ക് പരിശീലിക്കാം എന്ന് പറയുന്ന സെഷൻ. ഇതിപ്പം കേരള നവോത്ഥാനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പരിശീലന ചോദ്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് എക്സാം ആയിട്ട് എഴുതി നോക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യന്റെയും ഉത്തരസൂചികയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ റിലേറ്റഡ് ഫാക്ട്സും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയല്ലേ. അപ്പൊ നിങ്ങൾക്ക് കണ്ടന്റ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടന്റ് കൂടി ഉൾപ്പെടുത്തിയത്. അല്ലാതെ വെറുതെ ഈ ബുക്കിൽ ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബുക്കിലുള്ള കാര്യങ്ങളും കൂടി കാണിച്ചു തരണ്ടേ. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഈ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട മേന്മകളായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ. അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും വേണ്ടിയിട്ട് വെവ്വേറെ പുസ്തകം വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരൊറ്റ പുസ്തകത്തിൽ തന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ പുസ്തകത്തിന്റെ വില ഒന്ന് പറഞ്ഞേക്കാം, 1200 രൂപയാണ്. പക്ഷേ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബുക്ക് ആയതുകൊണ്ട് 200 രൂപ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ പുസ്തകം ഓർഡർ ചെയ്യാൻ നിങ്ങൾക്ക് പ്രമുഖമായ എല്ലാ ബുക്ക് സ്റ്റോളിലും കിട്ടുന്നതാണ്. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ പുസ്തകം വാങ്ങാം. നല്ല ബുക്ക് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മനസ്സിലാക്കി എടുക്കാൻ ഉള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വാങ്ങുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഒരുപാട് പേര് ഇനി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് ബുക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഡിഗ്രി പ്രിലിംസിന് പഠിക്കാനുള്ള ബുക്ക് ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടി മാത്രമല്ല, എല്ലാത്തിനെയും സിലബസ് ഏകദേശം ഒരുപോലെയല്ലേ. 10th മെയിൻസിനും നിങ്ങൾക്ക് ഈ പുസ്തകം യൂസ് ചെയ്യാം. അതായത് ഒരു പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം നിങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ട് ഈ ഒരു പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്